ഇന്നെന്റെ മൂക്കുത്തിന്റെ കഥ. ഒന്ന് മേടിച്ച ദിവസവും ഒന്ന് ഇട്ട് നോക്കുന്ന ദിവസവും. ഈ നോസ്പിൻ ഞാൻ എന്റെ കല്യാണത്തിന് മേടിച്ചതാ. അതിന് പക്ഷെ ഒരു ചെറിയ ഡാമേജ്. പക്ഷെ ജ്വല്ലറിക്കാർക്ക് അതൊരു ചെറിയ ഡാമേജ് അല്ലായിരുന്നു. അങ്ങനെ ഞാനത് ചേഞ്ച് ചെയ്തു. ഇതാണ് എന്റെ പുതിയ നോസ്പിൻ. ഈ നോസ്പിൻ ഞാൻ എന്റെ കല്യാണത്തിന് ഒത്തിരി തിരഞ്ഞ സാധനമാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും ഇപ്പൊ കിട്ടി. ഈ ഇട്ടേക്കുന്ന നോസ്പിൻ പണ്ട് എനിക്ക് ഭയങ്കര മോഹമായിരുന്നു, ഒരു കുട്ടി നോസ്പിൻ വേണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സാലറിക്ക് കോഴിക്കോട് വെച്ച് വാങ്ങിയ നോസ്പിന്നാണിത്. ജ്വല്ലറി എന്ന് പറഞ്ഞത് നോസ്പിൻ ഒക്കെ ഇങ്ങനെ ആവണമെങ്കിൽ കാര്യമായിട്ടൊരു ബലം അതിൽ പ്രയോഗിക്കണം എന്നാ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മയുമില്ല. ഏതായാലും ഒരു നിമിത്തം പോലെ ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടി. പിന്നെ എക്സ്ട്രാ ബില്ലൊന്നും ആയിട്ടില്ല. എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. വളകാപ്പിന് മുന്നേ എനിക്ക് ബുദ്ധി തോന്നിയില്ല. എന്നാൽ ഇത് ഇടായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഇന്നിപ്പോൾ ഞാൻ ഈ മൂക്കുത്തിയൊക്കെ മാറ്റി റെഡിയായി പോകുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ നോക്കണം. അതിനാണ് ഇപ്പോൾ പോകുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് വിയർക്കുന്നത്. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ ശേഷം പുറത്ത് നല്ല മഴയാണെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് വിയർത്തുകൊണ്ടിരിക്കും. എനിക്കത് തന്നെ വേണം, അഹങ്കാരി. എൻ്റെ പ്രഗ്നൻസിയിൽ ആദ്യം മുതൽ ഒരു പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നത് തൈറോയിഡാണ്. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വീണ്ടും കുത്തനെ വണ്ടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് റീചെക്ക് ചെയ്ത് സംതൃപ്തി അടയാന്ന് പറഞ്ഞ് ഇന്ന് വന്നതാ. ബ്ലഡ് കൊടുത്ത് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിയിൽ ചേട്ടനെയും ചേച്ചിയും കണ്ടു. അപ്പോൾ അവരുടെ ഒപ്പം പോയി തിരിച്ച് നേരെ വീട്ടിൽ വന്നു.